അപ്പൊ പിന്നെ എങ്ങനാ തുടങ്ങിയല്ല നമ്മള് ഓണം പ്രിപ്പറേഷൻ. ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ വക അഡ്വാൻസ് ഓണാശംസകൾ. ഓണം എന്ന് പറയുമ്പോ മൊത്തത്തിൽ ഒരു കളർഫുൾ ആണല്ലോ. അതിന്റെ കളർ കൂട്ടണമെങ്കിൽ മെയിൻ ആയിട്ട് സദ്യ തന്നെ മുന്നിൽ വെക്കണം. പക്ഷെ സദ്യ ആണെങ്കിൽ 26 ഐറ്റംസ് വേണമെന്നാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ 26 ഐറ്റംസ് ഓണത്തിന് മുന്നേ ഇടാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം. എന്നാ പിന്നെ ആദ്യം നമുക്ക് പുളിയിഞ്ചിയിൽ തന്നെ തുടങ്ങാം. അപ്പൊ പിന്നെ ഇതെങ്ങനെയാന്ന് വെച്ചാല് ഇഞ്ചി വാട്ടിയിട്ട് അതിലേക്ക് പുളിവെള്ളം പറഞ്ഞിട്ട് ആവശ്യത്തിന് ശർക്കര ഇട്ടിട്ട് വറ്റിച്ചെടുത്താല് നമ്മളെ പുളിയിഞ്ചി റെഡിയായി. കൂടെ വേണമെങ്കിൽ ലേശം ഉലുവപ്പൊടിയും കായപ്പൊടി ആഡ് ചെയ്യാം. എന്നാ പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. സദ്യ ഉണ്ടാക്കാൻ ചിലപ്പോ എല്ലാവർക്കും അറിയണ്ടാവും, പക്ഷെ എല്ലാ ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നോം ഈ പ്രക്രിയക്ക് ഇറങ്ങി തിരിച്ചത്. ഇനിയിപ്പോ ആരും അറിയാണ്ടായി പോയിട്ട് ഉണ്ടാക്കാണ്ടായി പോണ്ട. എന്നാ പിന്നെ എല്ലാരും ഓരോ ബുക്കും പെന്നും എടുത്തോളി. നമ്മൾ ഓരോന്നോരോന്നായി അങ്ങ് വിളമ്പി തരാം. അപ്പൊ പിന്നെ മസലാമ. ബൈ ബൈ ഫ്രം കൊയാസ് റെസിപ്പി.